സുഹൃത്തുക്കളെ, എന്റെ പേര് സരത് സി. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയിലാണ് താമസിക്കുന്നത്. എല്ലാവർക്കും എന്റെ ഹൃദയപൂർവ്വമായ സ്വാഗതം. നിങ്ങൾക്കു മുന്നിൽ സംസാരിക്കുന്നത് സരത് സി ഏവിയേഷൻ ആൻഡ് റെയിൽ നോളജ് ചാനൽ വഴിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അത്യന്തം പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. അതായത് ഇന്ത്യൻ റെയിൽവേയിൽ സെക്ഷൻ കൺട്രോളർ അവലോകനം. ഇന്ത്യൻ റെയിൽവേ എന്ന വലിയ സംഘടനയെക്കുറിച്ച് നമ്മൾ പലവട്ടം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളിൽ ഒരാളായ റെയിൽവേക്ക് ഓപ്പറേഷൻസ്, സുരക്ഷ, കമ്മ്യൂണിക്കേഷൻ, ട്രാഫിക് മാനേജ്മെന്റ്, ലോക്കോമോട്ടീവ് പ്രവർത്തനം തുടങ്ങിയ അനവധി ഘടകങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണ സ്ഥാനങ്ങളിൽ ഒന്നാണ് സെക്ഷൻ കൺട്രോളർ. ഇവരുടെ പങ്കും ഉത്തരവാദിത്വങ്ങളും ഇല്ലാതെ ഒരു റെയിൽവേ സംവിധാനവും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. സെക്ഷൻ കൺട്രോളർ എന്നാൽ എന്താണ്? ഒരിക്കലും പൊതുജനങ്ങൾക്കിടയിൽ അധികം അറിയപ്പെടാത്ത, പക്ഷേ ട്രെയിൻ ഓപ്പറേഷൻസ് ലോകത്തിന്റെ ഹൃദയത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇവർ. ട്രെയിനുകൾ ഒരു ഡിവിഷനിൽ സുരക്ഷിതമായും സമയബന്ധിതമായും നിയന്ത്രിച്ച് ഓടിക്കുന്നതിന് പിൻവാതിൽ നിയന്ത്രണം വഹിക്കുന്നതാണ് അവരുടെ ജോലി. ഇവരെ ട്രാഫിക് കൺട്രോൾ ഓഫീസർമാർ എന്നും പറയാറുണ്ട്. ഒരു റെയിൽവേ ഡിവിഷനിൽ നിരവധി റൂട്ടുകൾ, സ്റ്റേഷനുകൾ, ബ്ലോക്ക് സെക്ഷനുകൾ, സിഗ്നലിംഗ് സിസ്റ്റങ്ങൾ, ചരക്ക് ആൻഡ് യാത്രക്കാരൻ ട്രെയിനുകൾ എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്നു. ഇത്രയും വലിയൊരു ശൃംഖല ഏകോപിപ്പിക്കാൻ ഒരു കേന്ദ്ര തലച്ചോർ പോലെ പ്രവർത്തിക്കുന്ന നിയന്ത്രണ മുറി, കൺട്രോൾ റൂം വേണം. ഈ കൺട്രോൾ റൂമിനകത്ത് ഇരുന്ന് ദിവസം 24 മണിക്കൂറും 365 ദിവസവും ട്രെയിൻ സർവീസുകൾ നിരീക്ഷിച്ച്, നിയന്ത്രിച്ച് ആവശ്യമായ ഉത്തരവുകൾ നൽകി നടത്തുന്നവർ തന്നെയാണ് സെക്ഷൻ കൺട്രോളർമാർ. ഇപ്പോൾ നമുക്ക് വിശദമായി നോക്കാം സെക്ഷൻ കൺട്രോളർ ചെയ്യുന്ന പ്രധാന ജോലികൾ എന്തൊക്കെയെന്ന്. ആദ്യമായി പറയേണ്ടത് ട്രെയിൻ മൂവ്മെന്റ് മാനേജ്മെന്റ് ആണ്. ഓരോ ട്രെയിനും സമയക്രമം പാലിച്ചു പോകുന്നതിന് വേണ്ട എല്ലാ ഉത്തരവുകളും കൺട്രോളറുടെ നിയന്ത്രണത്തിലാണ്. സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ, ഗാർഡ്, ലോക്കോമോട്ടീവ് പൈലറ്റ് എന്നിവർക്ക് നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്നത് സെക്ഷൻ കൺട്രോളറാണ്. ഒരു ട്രെയിൻ വൈകിയാൽ മറ്റൊരു ട്രെയിൻ അതിനു മുന്നിലൂടെ കടക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിന് അനുമതി നൽകേണ്ടത് കൺട്രോളറുടെ തീരുമാനമാണ്. അടുത്തതായി പറയേണ്ടത് സുരക്ഷാ നിയന്ത്രണം. അപകടങ്ങൾ, സിഗ്നൽ ഫോൾട്ട്, മെഷീനറി തകരാറ്, ട്രാക്ക് ബ്ലോക്ക്, കാറ്റ്, മഴ, വെള്ളപ്പൊക്കം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ തീരുമാനമെടുക്കേണ്ടത് സെക്ഷൻ കൺട്രോളറാണ്. ഒരു ചെറിയ തെറ്റായ നിർദ്ദേശം പോലും വലിയ അപകടങ്ങൾക്ക് കാരണമാകാം. അതിനാൽ ശാന്തത, സൂക്ഷ്മത, വേഗത ഈ 3 ഗുണങ്ങളും സെക്ഷൻ കൺട്രോളറിൽ അഭാവിക്കരുത്. അതോടൊപ്പം കമ്മ്യൂണിക്കേഷൻ സെക്ഷൻ കൺട്രോളറുടെ ഏറ്റവും വലിയ ആയുധമാണ്. കൺട്രോൾ ടു സ്റ്റേഷൻ മാസ്റ്റർ, കൺട്രോൾ ടു ലോക്കോ പൈലറ്റ് എന്നിങ്ങനെ ഓരോ ട്രെയിൻ പ്രവർത്തനവും കോൺട്രോൾ ടോക്കിയിൽ നിന്നാണ് പോകുന്നത്. എല്ലാ സന്ദേശങ്ങളും വ്യക്തമായ ഉത്തരവാദിത്വത്തോടെയും നൽകണം. തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത വിധം ചെറിയ വാക്കുകൾ കൊണ്ട് തന്നെ വലിയ തീരുമാനങ്ങൾ കൈമാറണം. ട്രെയിൻ പട്ടികയും ട്രെയിൻ ചാർട്ടിംഗ് മറ്റൊരു പ്രധാന ജോലി. ഓരോ ട്രെയിനും സെക്ഷനിലൂടെ ഏതു സമയത്ത് കടന്നുപോയി, ഏതു സ്റ്റേഷനിൽ എത്ര നേരം നിന്നു, എത്ര വൈകി തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും കൺട്രോൾ ഓഫീസിൽ തന്നെ രേഖപ്പെടുത്തപ്പെടുന്നു. ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ CTC സെൻട്രലൈസ്ഡ് ട്രാഫിക് കൺട്രോൾ, TMS ട്രെയിൻ മാനേജ്മെന്റ് സിസ്റ്റം പോലുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ കൺട്രോളറുടെ പ്രവർത്തനം സഹായിക്കുന്നു. സെക്ഷൻ കൺട്രോളർ യാത്രക്കാരൻ ട്രെയിനുകളും ചരക്ക് ട്രെയിനുകളും തമ്മിലുള്ള ബാലൻസ് സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. യാത്രക്കാരൻ ട്രെയിനുകൾ സമയത്ത് എത്തണം എന്നത് ഒരു വശത്ത്, മറുവശത്ത് റെയിൽവേയുടെ പ്രധാന വരുമാനമായ ചരക്ക് സർവീസുകൾ സമയബന്ധിതമായി എത്തിക്കണം. അതിനാൽ ഒരു ചരക്ക് ട്രെയിനും ഒരു എക്സ്പ്രസ് ട്രെയിനും ഒരു മെൽ പാസഞ്ചർ ട്രെയിനും ഒരുമിച്ച് ഒരേ സെക്ഷനിൽ വന്നാൽ ആദ്യം ആരെ വിടണം എന്ന തീരുമാനം കൺട്രോളറാണ് എടുക്കുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് ഭാഗവും ഇവർക്ക് അത്രത്തോളം പ്രധാനമാണ്. ലോക്കോമോട്ടീവ് പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയം, ഗാർഡുകളുടെ ഡ്യൂട്ടി, സ്റ്റേഷൻ മാസ്റ്റർമാരുടെ റിപ്പോർട്ട് എന്നിവ കൺട്രോളറുടെ നിയന്ത്രണത്തിലാണ്. ഒരു പൈലറ്റിന് 8 മണിക്കൂറിന് മുകളിൽ ജോലി പോകാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളും കൺട്രോളറുടെ ഉത്തരവാദിത്വമാണ്. അപകടകാലത്ത് കൺട്രോളറുടെ പങ്ക് വേറിട്ടിരിക്കുന്നു. ഒരു ട്രെയിൻ ലൈൻ തെറ്റിയാൽ അല്ലെങ്കിൽ എഞ്ചിൻ സ്റ്റക്കായാൽ ഉടൻ തന്നെ റിലീഫ് ട്രെയിൻ, മെഡിക്കൽ വാൻ, സീനിയർ ഓഫീസർമാരെ അറിയിക്കൽ തുടങ്ങി മുഴുവൻ അടിയന്തര പ്രവർത്തനങ്ങളും കൺട്രോളർ ഏകോപിപ്പിക്കുന്നു. കൺട്രോൾ റൂമിൽ നിന്ന് കിട്ടുന്ന ഉത്തരവുകൾ പ്രകാരമാണ് എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും നടക്കുന്നത്. ഇപ്പോൾ പറയേണ്ടത് സെക്ഷൻ കൺട്രോളറുടെ യോഗ്യതയും പരിശീലനവും. സാധാരണയായി ഈ പോസ്റ്റിലേക്ക് വരുന്നവർ അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് മാനേജർ തലത്തിലുള്ള ട്രാഫിക് കാഡറിൽ നിന്നാണ്. ഇവർക്ക് പരിശീലനം, സിമുലേഷൻ പ്രാക്ടീസ്, കമ്മ്യൂണിക്കേഷൻ ക്ലാസുകൾ, ട്രെയിൻ ചാർട്ടിംഗ് ക്ലാസുകൾ എന്നിവ നടത്തുന്നു. ഓരോ തീരുമാനം പോലും നൂറുകണക്കിന് ജീവൻ രക്ഷിക്കാനോ അപകടത്തിലാക്കാനോ കാരണമാകുമെന്ന് അറിയുന്നതിനാൽ കൺട്രോളറുടെ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഏറെ പ്രധാനമാണ്. സെക്ഷൻ കൺട്രോളറുടെ ജോലി സമയം സാധാരണയായി റൗണ്ട് ദി ക്ലോക്ക് ഷിഫ്റ്റുകളാണ്. 8 മണിക്കൂർ വീതം 3 ഷിഫ്റ്റുകൾ, രാവിലെ, വൈകിട്ട്, രാത്രി.
കൺട്രോൾ റൂം ഒരിക്കലും അടക്കുകയില്ല. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അതുല്യമായ പ്രവർത്തന കേന്ദ്രമാണത്. ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് ട്രെയിൻ കൺട്രോൾ, ഓൺലൈൻ മോണിറ്ററിംഗ്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, GPS ട്രാക്കിംഗ് എന്നിവ ഉപയോഗിച്ച് സെക്ഷൻ കൺട്രോളേഴ്സിന്റെ ജോലി കൂടുതൽ എളുപ്പവും കാര്യക്ഷമവുമായി മാറുന്നു. എന്നാൽ മനുഷ്യന്റെ വിദഗ്ധത, പരിചയം, വിധിവൈചാരികം എന്നിവയ്ക്ക് പകരം ഒന്നും വരാനാവില്ല. സെക്ഷൻ കൺട്രോളറുടെ ജോലി പുറത്തുള്ളവർക്ക് അധികം ദൃശ്യമല്ല. യാത്രക്കാർ കൺട്രോളറിനെ ഒരിക്കലും നേരിട്ട് കാണാറില്ല. പക്ഷേ അവരുടെ പിന്നിൽ ഇരുന്ന് ആയിരക്കണക്കിന് ട്രെയിനുകളും ലക്ഷക്കണക്കിന് യാത്രക്കാരെയും സുരക്ഷിതമായി എത്തിക്കുന്ന അദൃശ്യനായ നായകനാണ് കൺട്രോളർ. സമാപനമായി പറയേണ്ടത്, ഒരു റെയിൽവേയുടെ ജീവനാഡിയാണ് സെക്ഷൻ കൺട്രോളർ. അവരുടെ പ്രവർത്തനം ഇല്ലാതെ ഒരു ഡിവിഷനും മുന്നോട്ടു പോകാൻ കഴിയില്ല. ട്രെയിൻ പങ്ക്ച്വാലിറ്റി, പാസഞ്ചർ സേഫ്റ്റി, ഫ്രേറ്റ് എഫിഷ്യൻസി എല്ലാം കൂടി സെക്ഷൻ കൺട്രോളറിന്റെ കൈകളിൽ തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കണ്ടത് ഇന്ത്യൻ റെയിൽവേ സെക്ഷൻ കൺട്രോളർ ഒരു സമഗ്ര അവലോകനം ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഞാൻ ശരത് സി, കല്ലറ, തിരുവനന്തപുരം. ശരത് സി ഏവിയേഷൻ ആൻഡ് റെയിൽ നോളജ് ചാനലിൽ നിന്നുമുള്ള നന്ദിയും ഹൃദയപൂർവ്വമായ അഭിവാദ്യവും.